ഹലോ മച്ചാന്മാരെ, നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നമ്മുടെ കയ്യിലുണ്ടായി വരിക, അല്ലേ? എന്നാൽ ഒട്ടും വൈകിട്ടില്ല. അത് സാധ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പിന്നെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കൊന്നുമല്ല, ഇത് ചെറിയ കളിപ്പാട്ടം മുതൽ മനുഷ്യൻ്റെ ഹൃദയം വരെ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു അടിപൊളി മെഷീനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 3D പ്രിൻ്റർ. കൂടുതൽ വിവരങ്ങളുമായി 3D മച്ചാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോൺ. എന്താണ് 3D പ്രിൻ്റർ? സാധാരണ നമ്മുടെ വീടുകളിൽ കാണുന്ന നോർമൽ പേപ്പർ പ്രിൻ്റർ അല്ലേ, അതാണ് 2D പ്രിൻ്റർ. അപ്പോൾ അതിന് 2 ആക്സിസേ ഉള്ളൂ, എക്സും വൈയും. അതുകൊണ്ട് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള സർഫസിൽ മാത്രമേ പ്രിൻ്റ് എടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ 3D പ്രിൻ്ററിന് 3 ആക്സിസ് ഉണ്ട്, എക്സ്, വൈ, സെഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് 3D സ്ട്രക്ചർ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ അത് ലെയറായാണ് ഇത് പ്രിൻ്റ് ചെയ്യുന്നത്. അതിനാൽ നമ്മളതിനെ അഡിക്റ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നു. പിന്നെ ഇന്ന് മാർക്കറ്റിൽ പലതരം 3D പ്രിൻ്റർ അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നത്, മെറ്റൽ പ്രിൻ്റ് ചെയ്യുന്നത്, സെറാമിക്, ഗ്ലാസ്, എന്തെങ്കിലും സെൽ ടിഷ്യൂ വരെ പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന 3D പ്രിൻ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ 3D പ്രിൻ്ററിനെ തരംതിരിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 3 ടൈപ്സ് ആണ് FDM, SLA ആൻഡ് ലേസർ സിൻറ്ററിങ്. FDM, ഫ്യൂഷൻ ഡെപ്പോസിഷൻ മോഡലിംഗ്. മിക്കവാറും ആരെങ്കിലും നേരിട്ട് 3D പ്രിൻ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പ് ആയിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന 3D പ്രിൻ്റർ ഈ ടൈപ്പാണ്, FDM പ്രിൻ്റേഴ്സ്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു FDM പ്രിൻ്ററാണ്. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫിലമെൻ്റ് രൂപത്തിലിരിക്കുന്ന പ്ലാസ്റ്റിക് നമ്മൾ ഈ 3 ആക്സിസ് റോബോട്ട് മെഷീനിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഹോട്ട് നോസിൽ വഴി ഈ ഫിലമെൻറ്റിനെ ഉരുക്കി നമ്മൾ കൊടുത്ത ഡാറ്റയ്ക്ക് അനുസരിച്ച് ലെയറായി പ്രിൻ്റ് ചെയ്ത് എടുക്കും. അടുത്ത ടൈപ്പാണ് SLA, സ്റ്റീരിയോ ലിത്തോഗ്രഫി. ഇതും പ്ലാസ്റ്റിക് പ്രിൻ്റ് ചെയ്യാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ FDM ടൈപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആക്യുറസിയും ക്വാളിറ്റിയും പിന്നെ കുറച്ചും കൂടി സ്പീഡിൽ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആ മെഷീൻ്റെ താഴെയുള്ള ട്രേയിലേക്ക് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ലിക്വിഡ് ഫോമിലുള്ള ഫോട്ടോ സെൻസിറ്റീവ് റെസിൻ ഒഴിക്കുന്നു. എന്നിട്ട് ആ റെസിനിലേക്ക് നമ്മൾ കൊടുത്ത ഡാറ്റയ്ക്ക് അനുസരിച്ച് അൾട്രാവയലറ്റ് ലൈറ്റ് അടിക്കും. ആ ലൈറ്റ് അടിക്കുന്ന ഏരിയ മാത്രം സോളിഡായി മാറും. അങ്ങനെ അത് ഓരോ ലെയറായി ഗ്രോ ചെയ്തെടുക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് നമുക്ക് പ്ലാസ്റ്റിക് പ്രൊഡക്റ്റിനെ പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നത്. മൂന്നാമത്തെ ടൈപ്പാണ് ലേസർ സിൻറ്ററിങ്. ഇത് മെയിൻലി ഹാർഡായിട്ടുള്ള മെറ്റൽ, സെറാമിക് പോലത്തെ പ്രൊഡക്ട്സിന് വേണ്ടിയാണ് ഈ 3D പ്രിൻ്റർ യൂസ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ആ മെഷീനിലേക്ക് നമ്മൾ വേണ്ട മെറ്റീരിയൽ പൗഡർ ഫോമിൽ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ കൊടുത്ത ഡാറ്റയ്ക്ക് അനുസരിച്ച് ആ പൗഡറിലേക്ക് ഒരു ലേസർ അടിക്കും. ആ ലേസർ അടിക്കുന്ന ഏരിയ സോളിഡായി മാറും. അതിങ്ങനെ ലെയറായി നമ്മൾ സോളിഡാക്കി എടുക്കും. ഇത് മെയിൻലി ഇൻഡസ്ട്രീസാണ് യൂസ് ചെയ്യുന്നത്. സ്പേസ് എക്സ് പോലത്തെ വലിയ കമ്പനികളും ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നു. ഈ ടെക്നോളജി ഉപയോഗിച്ചാണ് അവരുടെ പല എക്യുപ്മെൻറ്റ്സും അവരുണ്ടാക്കുന്നത്. 3D പ്രിൻറ്റിംഗ് ടെക്നോളജി വളരെ വേഗം അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്രിയേറ്റീവ് ഐഡിയാസ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. വേറെ ഒരു സംവിധാനവും വേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് സ്വന്തമായൊരു ബിസിനസ്സും തുടങ്ങാവുന്നുള്ളൂ. ഇനി നമുക്ക് 3D പ്രിൻറ്റിംഗ് ടെക്നോളജി ഇപ്പോൾ കറൻ്റ്ലി ഏതൊക്കെ ഏരിയയിലാണെന്ന് നമുക്ക് നോക്കാം. ക്ലോത്തിങ് ഇൻഡസ്ട്രി, ഡ്രസ് ആൻഡ് ഫാഷൻ ലോകത്തേക്ക് 3D പ്രിൻറ്റിംഗ് ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. 3D പ്രിൻ്റ് ഡ്രസ്സിൻ്റെ ഫാഷൻ ഷോസ് വരെ നടന്നു കഴിഞ്ഞു. വൈകാതെ തന്നെ ഇതുപോലുള്ള ഒരു മെഷീൻ നമ്മുടെ വീടുകളിൽ എത്തും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, നേരെ പ്രിൻ്റിലേക്ക് കൊടുക്കുക, നമ്മുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് റെഡി. പിന്നെ PLA പോലത്തെ ഇൻഡസ്ട്രിയൽ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് എൻവയോൺമെൻറ്റും സേഫ് ആയിരിക്കും. പിന്നെ നമുക്ക് തന്നെ റീസൈക്കിൾ ചെയ്ത് നമുക്ക് അടുത്ത ഡ്രസ്സ് പ്രിൻ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് മെറ്റീരിയൽ ലാഭിക്കാം, ഒരുപാട് ചിലവും കുറയ്ക്കാം. എന്താല്ലേ? ഫുട്വെയർ ഇൻഡസ്ട്രി.
നൈക്കി പോലത്തെ വലിയ ബ്രാൻഡഡ് കമ്പനീസ് ഓൾറെഡി 3D പ്രിൻ്റഡ് ഷൂകൾ ഉണ്ടാക്കി തുടങ്ങി. 3D പ്രിൻറ്റിങ് ടെക്നോളജി ആയതുകൊണ്ട് വളരെ ലൈറ്റ് വെയ്റ്റും ഡ്യൂറബിളും ആയിരിക്കും. പിന്നെ നമ്മുടെ കാൽപാദത്തെ സ്കാൻ ചെയ്ത് എക്സാക്ട്ലി മാച്ച് ആകുന്ന കസ്റ്റമൈസ്ഡ് ഷൂസും അവൈലബിൾ ആകും. പ്രോസ്തെറ്റിക് ഇൻഡസ്ട്രി ആർട്ടിഫിഷ്യലായി നമ്മുടെ ബോഡി പാർട്സ് ഉണ്ടാക്കുന്ന ബയോമെക്കാനിക്കൽ ഏരിയയിലും 3D പ്രിൻറ്റിങ് എത്തിക്കഴിഞ്ഞു. ആക്സിഡൻറ്റിൽപ്പെട്ടോ അല്ലെങ്കിൽ ജന്മനാ വൈകല്യമുള്ളവർക്കോ അവരുടെ ബോഡി സ്കാൻ ചെയ്ത് മാച്ച് ആകുന്ന തരത്തിലുള്ള നഷ്ടപ്പെട്ട പാർട്ടുകൾ ഉണ്ടാക്കിയെടുക്കാം. വളരെ ചുരുങ്ങിയ ചെലവിലും സമയത്തിലും ക്വാളിറ്റിയായ കസ്റ്റമൈസ്ഡ് ആർട്ടിഫിഷ്യൽ ബോഡി പാർട്സ് റെഡി. മെഡിക്കൽ ഇൻഡസ്ട്രി സിംഗിൾ സെൽ ടിഷ്യൂ വെച്ച് ഒരു ഹാർട്ട് മോഡൽ 3D പ്രിൻറ്റിംഗ് വഴി ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. കൂടുതൽ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വളരെ ഈസിയായി ഒന്നാകും. നമ്മുടെ ഒരു സെൽ റെഫറൻസ് ആയി എടുത്ത് നമുക്ക് മാച്ച് ആകുന്ന തരത്തിലായിരിക്കും ഓർഗൻ കിട്ടുക. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഇനി എല്ലാവർക്കും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. വെറും 24 മണിക്കൂർ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ചെറിയ വീട്. 3D പ്രിൻറ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് 650 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഏകദേശം 4 ലക്ഷം രൂപ മാത്രമാണ് ചിലവ്. UAE 3D പ്രിൻ്റർ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു അടിപൊളി ബിൽഡിംഗ് ആണ് ഇത്. ഏത് ക്ലൈമറ്റിലും പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന 3D പ്രിൻ്റർ മെഷീനുകളാണ് ഇവ. പിന്നെ 2030 മനുഷ്യൻ മാർസിലേക്ക് പോകുന്ന കാര്യം എല്ലാവരും കേട്ടു കാണുമല്ലോ. AI എന്ന് പറയുന്ന കമ്പനി നാസ കോമ്പറ്റീഷനിൽ വിൻ ചെയ്ത 3D പ്രിൻ്ററാണ് ഈ കാണുന്നത്. ഈ 3D പ്രിൻ്ററിൻ്റെ സഹായത്തോടെയായിരിക്കും മാർസിലെ ആദ്യ വീടുകൾ നിർമ്മിക്കുക. മാർസിലെ മണ്ണെടുത്ത് മിക്സ് ചെയ്താണ് ഈ വീടുകൾ നിർമ്മിക്കുന്നത്. ത്രീ ഡി പ്രിൻറ്റിംഗ് സഹായത്തോടെ നിർമ്മിച്ച ഈ ബോട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിലും സ്ഥാനം പിടിച്ചതാണ്. ഫുഡ് ഇൻഡസ്ട്രി 3D പ്രിൻറ്റിംഗ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു അടിപൊളി ദോശ അല്ലെങ്കിൽ പാൻ കേക്ക് മെഷീനാണ് ഈ കാണുന്നത്. പിന്നെ ചോക്ലേറ്റ്സ്, നമുക്ക് നമ്മുടെ കസ്റ്റമൈസ് ചെയ്ത ചോക്ലേറ്റുകളും കിട്ടും. അങ്ങനെ ചോക്ലേറ്റ്, ദോശ, കേക്ക്, പിസ്സ തുടങ്ങി പലതരം ഫുഡുകൾ ഉണ്ടാക്കുന്ന 3D പ്രിൻ്ററുകളുടെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഇങ്ങനൊരു 3D പ്രിൻ്റർ ആയിരിക്കും നമ്മുടെ വീടുകളിൽ ഫുഡ് ഉണ്ടാക്കി തരുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ ചോയ്സ് അനുസരിച്ച് കറക്റ്റ് ആവശ്യമായ ക്വാണ്ടിറ്റീസ് മാത്രമേ അത് ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫുഡിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കാൻ സാധിക്കും. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. ഈ കാണുന്ന കാറിൻ്റെ 80% 3D പ്രിൻ്റർ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. അതിനാൽ കോംപ്ലിക്കേറ്റഡ് ആയ പല അസംബ്ലി സിമ്പിളായി വളരെ അനായാസം നിർമ്മിക്കാനും വെയിറ്റ് കുറവും നല്ല സ്ട്രെങ്ത്തും ഫ്യൂവൽ എഫിഷ്യൻറ്റുമായ കാറായിരിക്കും. രണ്ട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് 3D പ്രിൻ്റർ ഉപയോഗിച്ച് 48 മണിക്കൂർ കൊണ്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു 4-വീൽ ഡ്രൈവ് ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത്. അങ്ങനെ 3D പ്രിൻ്ററിൻ്റെ ഉപയോഗങ്ങളും സാധ്യതകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സാധാരണ ബേസ് മോഡൽ FDM പ്രിൻ്ററിന് 20,000 മുതൽ മുകളിലോട്ട് അവൈലബിൾ ആണ്. ഇതുപോലെ നമ്മുടെ ക്രിയേറ്റീവായ ഐഡിയാസ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ മെഷീൻ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെ സിമ്പിളായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. പിന്നെ സ്കൂൾ ഫെസ്റ്റുകൾ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സ്, നമ്മുടെ ഹോബി പ്രൊജക്ട്സ്, പ്രൊഫഷണലായിട്ടാണെന്നുണ്ടെങ്കിൽ
നമുക്ക് കമ്പനീസിന് വേണ്ടിയുള്ള പ്രോട്ടോടൈപ്പിംഗ് അല്ലെങ്കിൽ ആർട്ട് വർക്കുകൾ, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, അങ്ങനെ പലതും ഇത് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ അടിപൊളി 3D പ്രിൻറ്റിംഗ് വിശേഷങ്ങളും കൂടുതൽ ഹോം പ്രൊജക്ട്സും പിന്നെ എങ്ങനെ 3D പ്രിൻറ്റിംഗ് ചെയ്യാനുള്ള ട്യൂട്ടോറിയലുമായി കൂടുതൽ വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മച്ചാന്മാരെ, അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.